നമസ്കാരം. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ട്രംപ് തകർന്നു. നെതന്യാഹു ചോരക്കളമാക്കി ട്രംപിൻ്റെ താവളം. അവസാനം അവർ മൂന്നുപേരും ഒരുമിച്ച് കഴിഞ്ഞു ട്രംപിനെ കുഴിച്ചു മൂടാൻ. ട്രംപും നെതന്യാഹുവും നേർക്കുനേർ യുദ്ധം തുടങ്ങുന്ന ഒരു കാലാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോൾ പശ്ചിമേഷ്യ. സിറിയൻ മണ്ണിലെ ആക്രമണത്തിൽ ഇടഞ്ഞുകൊണ്ട് ട്രംപും നെതന്യാഹുവും നേർക്ക് യുദ്ധം തുടങ്ങുന്നു. വടക്കൻ സിറിയയിലെ തന്ത്രപ്രധാനമായിട്ടുള്ള വ്യോമസേനാ താവളത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ അപ്രതീക്ഷിതമായിട്ടുള്ള വ്യോമാക്രമണം മേഖലയിലെ നയതന്ത്ര സമവാക്യങ്ങളെ ആകെ ഉലച്ചു കളഞ്ഞിരിക്കുന്നു. അബു അൽ ദുഹൂർ എയർബസിന് നേരെ നടന്ന ആക്രമണം തങ്ങളുടെ രാജ്യസുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നുവെന്നാണ് ഇസ്രായേലിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം. എന്നാൽ US ഭരണകൂടത്തിൻ്റെ അടുത്ത 3 പങ്കാളികളായിട്ടുള്ള ഇസ്രായേൽ, സിറിയ, തുർക്കി എന്നിവർക്കിടയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾ കൂടുതൽ വഷളാക്കാൻ മാത്രമേ ഈ നീക്കം സഹായിച്ചിട്ടുള്ളൂ എന്ന് പറയേണ്ടിയിരിക്കുന്നു. പശ്ചിമേഷ്യയിൽ കൂടുതൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകാതെ തടയാൻ ശ്രമിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഈ നീക്കം വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. സിറിയയിലെ അഹമ്മദ് അൽ ഷാറയുടെ ഭരണകൂടവുമായി ഉണ്ടാക്കിയ ധാരണകളെ തങ്ങളുടെ പ്രധാന വിദേശ നയ നേട്ടങ്ങളിലൊന്നായി ട്രംപ് ഉയർത്തിക്കാട്ടുമ്പോൾ, ഒപ്പം തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗനുമായിട്ട് ട്രംപ് ഈ പറഞ്ഞ പോലെ വ്യക്തിപരമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. ഇസ്രായേൽ പാരമ്പര്യവുമായിട്ട് ഈ പറയുന്ന US-ൻ്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് ട്രംപിൻ്റെ ബന്ധത്തിൽ സമീപകാലത്തായിട്ട് വലിയ അസ്വാരസ്യങ്ങൾ പുകയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വൈറ്റ് ഹൗസിനെയും മുതിർന്ന US ഉദ്യോഗസ്ഥരെയും ഒരുപോലെ പ്രകോപിപ്പിച്ച ഇസ്രായേലിൻ്റെ ഈ ആക്രമണം പലപ്പോഴും നെതന്യാഹുവിന് മുന്നിൽ വ്യക്തമായിട്ടൊരു ചുവപ്പ് വര വരയ്ക്കാൻ ട്രംപ് ഭരണകൂടം പരാജയപ്പെടുന്നു എന്ന വസ്തുത വീണ്ടും വീണ്ടും വെളിവാക്കുന്നതാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം നടന്ന മേഖലയെ നടുക്കിക്കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വലിയ ആക്രമണം ഉണ്ടായി. തുർക്കി അതിർത്തിയിൽ നിന്ന് ഏകദേശം 45 മൈൽ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന അബു അൽ ദുഹൂർ എയർബേസിലെ റൺവേകളെയും വിമാന ഹാങ്കറുകളെയും ലക്ഷ്യമാക്കി 8ഓളം വീര്യമേറിയ ബോംബുകളാണ് അവിടെ പതിച്ചത്. അടുത്തിടെ പുനർനിർമ്മിച്ച റൺവേകൾക്ക് ആക്രമണത്തിൽ കനത്ത നാശനഷ്ടം സംഭവിച്ചുവെങ്കിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ ആക്രമണം നടന്ന് മണിക്കൂറുകളോളം ഇസ്രായേൽ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. എന്ന് തന്നെയുമല്ല, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സാണ് ആക്രമണത്തിന് പിന്നിൽ നിന്ന് സ്ഥിരീകരിക്കുന്ന വാർത്തകൾ നൽകുന്നതിൽ നിന്ന് പ്രാദേശിക മാധ്യമങ്ങളെ ഇസ്രായേലി സൈനിക സെൻസർ ബോർഡ് വിലക്കുകയും ചെയ്തു. എന്നാൽ സിറിയയിലെ US പ്രതിനിധി കൂടിയായിട്ടുള്ള തുർക്കിയിലെ അമേരിക്കൻ അംബാസഡർ ടോം ബാരക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള എക്സിലൂടെ അല്ലെങ്കിൽ ട്വിറ്ററിലൂടെ ആക്രമണത്തിന് പിന്നിൽ ഈ പറയുന്ന ഇസ്രായേലാണ് എന്ന സത്യം പരസ്യമായി വെളിപ്പെടുത്തുന്നു. ട്രംപ് ഭരണകൂടത്തിന് ഇതിൽ കടുത്ത ആശങ്കയുണ്ട് എന്ന് വ്യക്തമാക്കിയ ബാരക്, ഇസ്രായേലിൻ്റെ നടപടി മേഖലയിൽ അനാവശ്യമായിട്ടുള്ള സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുന്നതായിട്ടും സമാധാനത്തിന് വിഘാതം സൃഷ്ടിക്കുന്നതുമായിട്ട് കുറ്റപ്പെടുത്തി. സിറിയൻ, തുർക്കി ഭരണകൂടങ്ങളും ആക്രമണത്തെ ശക്തമായിട്ടുള്ള ഭാഷയിൽ അപലപിച്ചു. ആക്രമണം നടന്ന് 20 മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പ്രസ്താവന ഇറക്കിയത്. അലപ്പോയ്ക്ക് സമീപമുള്ള എയർബേസിൽ തുർക്കി സൈന്യത്തെ വിന്യസിക്കുവാൻ അനുമതി നൽകിക്കൊണ്ട് സുരക്ഷാ നിലവിലെ അവസ്ഥ നിലനിർത്താൻ ഇസ്രായേലുമായിട്ടുണ്ടാക്കിയിരുന്ന കരാർ സിറിയ ലംഘിക്കാൻ തുനിയുകയായിരുന്നു എന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു. അപ്പോൾ ഇത്തരമൊരു സൈനിക വിന്യാസം തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന് സിറിയയ്ക്ക് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയതാണ് എന്നും, എന്നാൽ സിറിയ അത് അവഗണിച്ചതിനാലാണ് കടുത്ത നടപടികളിലേക്ക് കടന്നത് എന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഈ അവകാശപ്പെടലുകളൊന്നും ട്രംപിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ട്രംപിൻ്റെ അവകാശവാദങ്ങളെ തികച്ചും അവഗണിച്ചുകൊണ്ട് നെതന്യാഹു മുന്നോട്ട് പോകുന്നു. ഇസ്രായേൽ തിരിച്ചടിക്കുമെന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചിരിക്കുന്നു. ഇറാനെതിരെ നടത്തിയിരിക്കുന്ന അതേ നടപടിക്രമങ്ങൾ തന്നെയാണ് മറ്റുള്ള സിറിയ എടുത്താണെങ്കിലും തുർക്കി എടുത്താണെങ്കിലും ഇസ്രായേൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതേസമയം എയർബേസിലെ വികസനത്തെക്കുറിച്ചുള്ള ഇസ്രായേലിൻ്റെ ആശങ്കകളെക്കുറിച്ച് സിറിയയ്ക്ക് നേരത്തെ തന്നെ അറിവുണ്ടായിരുന്നു എന്നുള്ള വിവരം വരുന്നു. തങ്ങൾ എയർബേസിലെ റൺവേ പുനർനിർമ്മിക്കുന്നതിന് ഇസ്രായേലിന് ഭീഷണിയാകാനല്ല എന്ന് സിറിയ നയതന്ത്ര തലത്തിൽ സന്ദേശങ്ങളടക്കം വിശദീകരണവും നൽകി. തങ്ങൾക്ക് യാതൊരുവിധ ശത്രുതാപരമായിട്ടുള്ള ഉദ്ദേശങ്ങളും ഇല്ല എന്ന് വ്യക്തമാക്കിയിട്ടും ഇസ്രായേൽ പക്ഷേ ഈ ആക്രമണമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അതെന്തിനാണ്? അപ്പോൾ US ഇസ്രായേലി ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരമനുസരിച്ചിട്ട് ആക്രമണം നടത്തുന്നതിന് ഏകദേശം 3 മണിക്കൂർ മുമ്പ് ഇസ്രായേൽ ഗവൺമെൻറ് വൈറ്റ് ഹൗസിനെ വിവരമറിയിച്ചു. എന്നാൽ ഈ സമയത്ത് ട്രംപ് തുർക്കി പ്രസിഡന്റ് എർദോഗനുമായിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നുവെങ്കിലും ഈ വിഷയം ചർച്ചയായതായിട്ട് വ്യക്തമല്ല. തന്ത്രപ്രധാനമായിട്ടുള്ള വ്യോമതാവളത്തിലേക്ക് അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ അയക്കുന്നതിൽ നിന്ന് തുർക്കിയെ പിന്തിരിപ്പിക്കുവാനാണ് വ്യോമാക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ അമേരിക്കയോട് വിശദീകരിക്കുകയും ചെയ്തു. എന്നാൽ ഈ ആരോപണങ്ങളെ ശക്തമായിട്ടുള്ള ഭാഷയിലാണ് തുർക്കി തള്ളിക്കളഞ്ഞത്. എയർബസിൽ ഈ തുർക്കി സൈന്യത്തിൻ്റെ യാതൊരു സാന്നിധ്യവും ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാക്കിയ തുർക്കി ഉദ്യോഗസ്ഥർ അയൽ രാജ്യങ്ങളെ ബോംബെറിഞ്ഞ് തകർക്കുവാനും മേഖലയെ അസ്ഥിരപ്പെടുത്താനും ഇസ്രായേൽ വ്യാജ കാരണങ്ങൾ നിർമ്മിക്കുകയാണെന്ന് ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഇസ്രായേലിൽ നമുക്കറിയാം ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പ്. ഈ പൊതു തിരഞ്ഞെടുപ്പാണ് ഈ പെട്ടെന്നുള്ള സൈനിക നീക്കത്തിന് പിന്നിലെ എന്ന ശക്തമായുള്ള സംശയം ചില മുതിർന്ന US ഉദ്യോഗസ്ഥർക്ക് പ്രകടിപ്പിക്കുകയും ചെയ്തു. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായിട്ട് നെതന്യാഹു നടത്തുന്ന നീക്കങ്ങളാണ് ഇത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് സിറിയൻ ഗവൺമെൻറ് ഇസ്രായേലിനെതിരെ ശത്രുതാപരമായിട്ടുള്ള യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്നും, അതിർത്തിയിലെ സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനായിട്ട് ഒരു പുതിയ സുരക്ഷാ കരാറിലെത്താൻ അവർ സജീവമായിട്ട് ശ്രമിക്കുകയായിരുന്നുവെന്നും
US ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിർത്തിയിലെ ഇത്തരം അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് ജോർദാനിലൊരു സംയുക്ത കോർഡിനേഷൻ സെൻറ്റർ സ്ഥാപിക്കാൻ അമേരിക്കയോടും ഇസ്രായേലിനോടും സിറിയൻ ഭരണകൂടം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരു രാജ്യങ്ങളും സൈനിക പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും മരവിപ്പിക്കുക എന്ന ധാരണയുടെ ഭാഗമായിരുന്നു അത്തരത്തിലൊരു നീക്കം. എന്നാൽ ഇസ്രായേൽ ഈ കോർഡിനേഷൻ സെൻറ്റർ പ്രവർത്തനക്ഷമമാക്കാൻ കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല, തെക്കൻ സിറിയയിലേക്ക് തങ്ങളുടെ സൈനിക കടന്നുകയറ്റം വർദ്ധിപ്പിക്കുകയും ചെയ്തു, യുദ്ധത്തിന് തുടക്കം കുറിച്ചു എന്നതാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ നിരന്തരമായിട്ടുള്ള പ്രകോപനങ്ങളെ തുടർന്ന് തങ്ങളുടെ രാജ്യത്തെ പ്രതിരോധിക്കാൻ സൈനികമായി തന്നെ രംഗത്തിറങ്ങണമെന്ന് സിറിയൻ ഭരണകൂടവും ചിന്തിച്ചു. അപ്പോൾ എങ്കിലും ഇസ്രായേലിലെ തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ പരമാവധി സംയമനം പാലിക്കണമെന്നും അതിനുശേഷം ഈ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നുമാണ് ട്രംപ് ഭരണകൂടം സിറിയയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ നടത്തുന്ന ഈ ഏകപക്ഷീയമായിട്ടുള്ള നീക്കങ്ങൾ US-ൻ്റെ വിദേശ നയത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നുറപ്പാണ്. അപ്പോൾ ഇവിടെ ഇവർ തമ്മിലുള്ള തീരുമാനം പലപ്പോഴും തെറ്റിപ്പോകുന്നു. ട്രംപും നെതന്യാഹുവും രണ്ടു വഴിക്ക് സഞ്ചരിക്കുന്നു. ഇപ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ ഈ വ്യോമാക്രമണം എന്ന് പറയുന്നത് ട്രംപ് ഏത് തരത്തിൽ പ്രതിരോധിച്ചാലും ട്രംപിനെ തകർത്ത് തരിപ്പണമാക്കുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകുന്നു. നെതന്യാഹു ചോരക്കളമാക്കുന്ന ട്രംപിൻ്റെ താവളങ്ങൾ പല ഇസ്രായേൽ ഇപ്പോൾ തുർക്കി സിറിയൻ താവളങ്ങളിലൊക്കെ നെതന്യാഹു അവിടെയൊക്കെ ചോരക്കളമാക്കുകയാണ്. ഇസ്രായേലിൻ്റെ പട അത്രത്തോളം ബോംബ് വർഷം നടത്തുകയാണ്. അതിനെ എതിർക്കുന്ന ട്രംപിനെതിരെ തിരിയുകയാണ് ഇപ്പോൾ നെതന്യാഹു. ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിന് അധിക ദിവസം വേണ്ടിവരില്ല എന്ന് പറയേണ്ട ഒരു കാലാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. നെതന്യാഹു ട്രംപിനെതിരെ യുദ്ധം ചെയ്യുകയും ട്രംപിനെ ജയിലിലടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും എന്നുള്ളതായിരിക്കും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ നെതന്യാഹുവിന് ആവശ്യം ഈ തുർക്കിയോ സിറിയയോ ഇറാനോ ഒന്നുമല്ല, ഏത് രാജ്യത്തോടും യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഇസ്രായേലിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഈ ഒക്ടോബറിലെ തെരഞ്ഞെടുപ്പോടുകൂടി വീണ്ടും ഭരണത്തിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന അത്യാഗ്രഹമുള്ള നെതന്യാഹുവിൻ്റെ ചിന്തകളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. യുദ്ധക്കൊതിനായിട്ടുള്ള നെതന്യാഹു നടത്തുന്ന ഇത്തരത്തിലെ തീരുമാനങ്ങളോട് യോജിച്ചു നിന്നാണ് ഇപ്പോൾ ട്രംപിന് വിനയായി മാറിയത്. ഇനി വരുന്ന ദിവസങ്ങളിൽ നെതന്യാഹു തന്നെ ട്രംപിനെ തകർത്തെറിയും, ട്രംപിനെ വരിഞ്ഞുകെട്ടും, ട്രംപിനെ ജയിലിലടയ്ക്കും.